നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. വലവീശി സിനിമാ തട്ടിപ്പ് സംഘം വമ്പൻ ലാഭം വാഗ്ദാനവുമായി നിർമ്മിതാക്കളെ കുടുക്കുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് അടക്കം പുതിയ സിനിമകൾ തട്ടിപ്പിന് വഴിയൊരുക്കി. ന്യൂജൻ സിനിമകൾ എന്ന് പേരിട്ടുകൊണ്ട് മലയാള ചലച്ചിത്ര വേദിയിൽ പുതിയ ഒരു തരംഗം ആഞ്ഞു വീശുകയാണ്. ചെറിയ മുതൽ മുടക്കിൽ പടം നിർമ്മിച്ച് വലിയ കളക്ഷൻ നേടിയെടുക്കുക എന്ന രീതിയാണ് ന്യൂജൻ സിനിമാ ലോകം സ്വീകരിച്ചിരിക്കുന്നത്. ചെറിയ മുതൽ മുടക്കിലൂടെ സിനിമയുടെ നിർമ്മിതാവായി മാറുവാനും അതുവഴി കോടികൾ വാരിക്കൂട്ടുവാനും സൗകര്യമൊരുക്കുക എന്ന വാഗ്ദാനവുമായിട്ടാണ് ഈ പുതുതലമുറ സിനിമാ തട്ടിപ്പുകാർ കേരളത്തിൽ എല്ലായിടത്തും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഥയും തിരക്കഥയും സംവിധാനവും റെഡിയാണെന്നും പുതിയ ചില താരങ്ങൾ മാത്രമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നും അതുകൊണ്ട് തന്നെ 50 ലക്ഷത്തിന് താഴെയുള്ള മുതൽ മുടക്കിൽ പടം പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുമെന്നും പടം ഓടിത്തുടങ്ങിയാൽ 2 ആഴ്ചത്തെ കളക്ഷൻ മാത്രം മതി മുതൽ മുടക്ക് തിരികെ പിടിക്കാൻ സാധിക്കുമെന്നുമുള്ള മോഹന വാഗ്ദാനങ്ങളാണ് ഈ തട്ടിപ്പ് സംഘം നിർമ്മാണ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ വെക്കുന്നത്. അടുത്ത കാലത്ത് മലയാളത്തിൽ റിലീസ് ചെയ്ത് വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് പ്രചാരമുണ്ടാക്കിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് അതിൻ്റെ നിർമ്മാണ രംഗത്ത് വന്ന ആൾക്കാർ മറ്റൊരാളിൽ നിന്നും കടമായി വാങ്ങിയത് 7 കോടി രൂപയായിരുന്നു. സിനിമയുടെ റിലീസിന് ശേഷം കിട്ടുന്ന ലാഭത്തിൽ 40% തുക വായ്പയായി നൽകിയ ആളിന് തിരികെ നൽകുമെന്ന കരാറിലാണ് നിർമ്മിതാക്കൾ 7 കോടി രൂപ ഒരാളിൽ നിന്നും കടം വാങ്ങിയത്. മഞ്ഞുമ്മൽ ബോയ്സ് പുറത്തിറങ്ങിയ ശേഷം പ്രചരിച്ച വാർത്തകൾ ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. സിനിമയുടെ കളക്ഷൻ 200 കോടി കവിഞ്ഞു എന്നുവരെ പ്രചാരമുണ്ടായി. ചെറുപ്പക്കാരെ വലിയ തോതിൽ ആകർഷിച്ച ഈ ചിത്രം സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കി എന്നത് വാസ്തവം തന്നെയായിരിക്കാം. എന്നാൽ 200 കോടിയൊക്കെ പിരിഞ്ഞു കിട്ടി എന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രവുമല്ല, ഇത്ര വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ട് 7 കോടി രൂപ പണമായി നൽകിയ നിർമ്മാണത്തിന് കടം വാങ്ങിയ തുക തിരികെ കൊടുക്കാതെ കോടതിയിൽ കേസെത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയെ മുന്നിൽ നിർത്തി പുതിയ ഒരു സംഘം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി സിനിമാ തട്ടിപ്പുമായി പ്രവർത്തിച്ചു വരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിലുള്ള പടത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞു എന്നും ചെറിയ തുക മുതൽ മുടക്കിയാൽ പടം പൂർത്തിയാക്കി വലിയ ലാഭം എന്ന വാഗ്ദാനമാണ് ഈ തട്ടിപ്പ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി 50 ലക്ഷത്തിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാണ് ആരെയെങ്കിലും വീഴിക്കുക. കയ്യിലുള്ള 50 ലക്ഷം മുടക്കി കഴിയുമ്പോൾ പടത്തിൻ്റെ പണികൾ പിന്നെയും ബാക്കിയാവുകയും എങ്ങനെയെങ്കിലും കടം വാങ്ങി പടം പൂർത്തീകരിക്കാൻ കുടുക്കിൽപ്പെട്ട നിർമ്മിതാവ് ബാധ്യസ്ഥനാവുകയും ചെയ്യും. അങ്ങനെ കടബാധ്യതകളുമായി പടം പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തിയാൽ കളക്ഷൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പിന്നെ ഭാവി എന്നത് വെറും പരീക്ഷണം മാത്രമാണ്. സിനിമാ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ രസക്കൂട്ടുകളും സിനിമകളിൽ നിറഞ്ഞു നിന്നാൽ മാത്രമാണ് സിനിമ രക്ഷപ്പെടുക. സ്വാഭാവികമായും കടം വാങ്ങിയും മറ്റും നിർമ്മാണം പൂർത്തീകരിക്കുന്ന നിർമ്മിതാക്കൾ ഭൂരിപക്ഷം പേരും ബാധ്യതകാരായി മാറി ആത്മഹത്യയിലേക്ക് കടക്കുന്ന സ്ഥിതി വരെ ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പുതുതലമുറ സിനിമ എന്ന പേരും പറഞ്ഞുകൊണ്ട് ഒരുപറ്റം സിനിമാ പ്രേമികളാണ് ഈ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത്. നിർമ്മിതാക്കളായി ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വീഴിക്കാനും പണം മറിക്കുവാനും വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ആകർഷകമായ വാക്കുകൾ അത്ഭുതകരമായിരിക്കും. ചില നിർമ്മാണ പ്രേമികൾ സിനിമയിലേക്ക് കാലുവെച്ച് അവിടെ നിന്നും തൻ്റെ ഇഷ്ടപ്രകാരം സ്ത്രീകളെ കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടാകും എന്നുവരെ കരുതുന്ന ആൾക്കാരുമുണ്ട്. ഈ കൂട്ടരും ഇത്തരത്തിലുള്ള സിനിമാ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വീഴുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ നല്ല വേഷം തരാം എന്ന് പറഞ്ഞുകൊണ്ട് യുവതികളെ പോലും വലയിൽ വീഴ്ത്തുന്ന സംഘവുമുണ്ട്. പല തട്ടിപ്പ് ഏർപ്പാടുകളും ഈ പുതുതലമുറ സിനിമാക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതായി അറിയുന്നുമുണ്ട്. ഒന്ന് വെച്ചാൽ 10 കിട്ടുമെന്ന പഴയ ചൂതുകളിക്കാരൻ്റെ വാചകം പ്രയോഗിച്ചുകൊണ്ടാണ് പുതുതലമുറ സിനിമാക്കാർ നിർമ്മിതാക്കളായി ആൾക്കാരെ വലയിൽ വീഴ്ത്തുന്നത്. പലതരത്തിലുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളില്ലാത്ത പുതിയ നിർമ്മിതാക്കൾ സിനിമാ മേഖലയിൽ കടന്നു വരുന്നത്. ഇത്തരത്തിൽ കുടുക്കിൽപ്പെടുന്നവരിൽ പലരും കുടുംബം വരെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ എത്തുന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റ് ചിത്രങ്ങൾ എന്ന ആശയവുമായാണ് ഇവർ നിർമ്മിതാക്കൾക്ക് മുന്നിൽ എത്തുന്നത്. സിനിമയ്ക്ക് തന്നെ ഇപ്പോൾ പല സ്വഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷോർട്ട് ഫിലിം എന്ന ഒരു ഏർപ്പാട് ഇപ്പോൾ വ്യാപകമായി ഉണ്ട്. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുവാനും OTT റിലീസും ഇത്തരം ഷോർട്ട് ഫിലിമുകൾക്ക് ഉപയോഗപ്പെടുത്താമെന്നും അതുവഴി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്നും ഈ തട്ടിപ്പ് സംഘം പ്രചരിപ്പിച്ച് ആൾക്കാരെ വലയിൽ വീഴിക്കുന്നുണ്ട്. സിനിമ യഥാർത്ഥത്തിൽ സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന കലാമാധ്യമമാണ്.
അതുകൊണ്ട് തന്നെ ഏതു കാലത്തും സിനിമയെ ഇഷ്ടപ്പെടുന്ന സമൂഹം ഉണ്ടാവുകയും ചെയ്യും. സാമ്പ്രദായിക സിനിമ രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങളും മെഗാസ്റ്റാറുകളും ഇല്ലാതെ കഴിവുള്ള യുവതലമുറ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ പടം പിടിക്കുന്നത് ഒരു പുതിയ ശൈലിയായി മലയാള സിനിമാ ലോകത്ത് പ്രചാരം നേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിർമ്മിച്ച ചില ചിത്രങ്ങൾ സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും പുതുതലമുറ എന്ന പേരിൽ തിയേറ്ററുകളിൽ എത്തുന്ന 10 സിനിമകളിൽ 1-2 എണ്ണം മാത്രമാണ് ഈ തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതെന്ന് യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിയേണ്ടതാണ്. സിനിമാ തട്ടിപ്പുമായി ആൾക്കാരെ വലയിൽ വീഴിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് ഇത്തരം കെണികളിൽ വീഴരുത് എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.